നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ നോക്കി. പിന്നെ അതുപോലെ ക്രോപ്സിനെ കുറിച്ച് നോക്കി അല്ലേ? ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് നോക്കി. ബേസ്ഡ് ഓൺ സീസൺ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സീസൺസ് ആണ്. ഏത്? ഖാരിഫ് സീസൺ, റാബി സീസൺ. അപ്പോൾ അങ്ങനത്തെ ക്രോപ്സിനെ നോക്കി. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ അതൊക്കെ നോക്കിയിരുന്നു. ഇനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഈ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോ അതിനു മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളില് 1-2 പേര് എന്നോട് നോട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ളതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വാട്സാപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോ എന്താണ് അതിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാം. അപ്പൊ നിങ്ങൾക്ക് ആ കിട്ടാത്ത നോട്ട്സ് എഴുതിയെടുക്കാം. പിന്നെ ഈ നോട്ട് എഴുതുന്നതിനോട് ഞാൻ ലെക്ചർ നോട്ടാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഈ സ്ലൈഡ് അതേപോലെ എഴുതി വെക്കരുത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. പോയിന്റ്സ് ആക്കി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ ഇതിൽ ഡയഗ്രംസ് ഒക്കെ ഞാൻ കാണിക്കും. അപ്പൊ ആ ഡയഗ്രംസ് എന്ന് വെച്ചാൽ ഇപ്പൊ ഡയഗ്രാം എന്ന് വെച്ചാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രംസ്. ഓക്കെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഞാൻ കാണിച്ചിരുന്നു. കനാൽസ്, നമ്മൾ റിവറിൽ നിന്ന് കനാൽ എടുക്കുകയാണ്. ആ കനാലിൽ, മെയിൻ കനാലിൽ നിന്ന് ബ്രാഞ്ച് കനാല്, ആ ബ്രാഞ്ച് കനാലിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടറി, അങ്ങനത്തെ ഒരു ഫിഗർ ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റോറേജ് എന്താണ് നമ്മൾ നേരത്തെ നോക്കിയ, ഇന്നലെ നോക്കിയ ആ ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ വരുന്നതല്ല ഞാൻ പറയണത്. അതിന് മുന്നേ ഞാൻ ജനറൽ ആയിട്ടൊരു ഫിഗർ കാണിച്ചു തന്നിരുന്നു അല്ലെ? എന്താണ്? മെയിൻ റിവറിൽ നിന്ന് കനാൽ ഓഫ് ടേക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു മെയിൻ കനാലിൽ നിന്ന് ബ്രാഞ്ച് കനാൽ. അപ്പൊ ആ ഒരു ഫിഗർ, അങ്ങനത്തെ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ വരയ്ക്കണം. കാരണം അത് നിങ്ങൾക്ക് ഭാവിയിലേക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇത് അറിഞ്ഞാലേ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ മനസ്സിലാവും. ഓക്കെ, കുറച്ച് ടേംസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് പറഞ്ഞു തന്ന 2 വാക്കുകളാണ്. പക്ഷെ അതൊന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാം. ഒന്ന് ക്രോപ്പ് പീരീഡ്, പിന്നെ ഒന്ന് ബേസ് പീരീഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ച് ഈ 2 ഡെഫിനിഷൻസും. ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടൈം ഇൻ ഡേയ്സ്. ഞാൻ പോയിന്റ് ചെയ്യാം. Crop period is the time in days that a crop takes from the instant of its sowing to that of its harvesting. ഈ ഡെഫിനിഷൻ ഒക്കെ ഒന്ന് എഴുതിയെടുക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രം ദ ഇൻസ്റ്റന്റ് ഓഫ് സോയിങ്, അതായത് നമ്മൾ ആ ഒരു വിത്ത് ഭൂമിയിലേക്ക് ഇടുന്നത് തൊട്ട് അത് നമ്മൾ എപ്പോ അതിന്റെ വിളവെടുക്കുന്നു, ഹാർവെസ്റ്റ് ചെയ്യുന്നു, അത്ര ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു ഒരു ക്രോപ്പിന്റെ ലൈഫ് സ്പാൻ. ഓക്കെ, അപ്പൊ അതാണ് ക്രോപ്പ് പീരീഡ്. പിന്നെ ബേസ് പീരീഡ് എന്ന് വെച്ചാല്, ബേസ് പീരീഡ് ഫോർ എ ക്രോപ്പ് റെഫേഴ്സ് ടു ദ ഹോൾ പീരീഡ് ഓഫ് കൾട്ടിവേഷൻ ഫ്രം ദ ടൈം when irrigation water is first issued for preparation of the ground for planting the crop to its last watering before harvesting. അതായത് വെള്ളത്തിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിത്ത് വിതയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കൊടുക്കും. അതാണ് ഇറിഗേഷൻ വാട്ടർ ഇസ് ഫസ്റ്റ് ഇഷ്യൂഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് പ്രിപ്പയർ, നമ്മൾ ആ ഒരു എന്താണ് കൾട്ടിവേഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ ഗ്രൗണ്ട് നമ്മൾ ശരിയാക്കി എടുക്കും. അതിന് നമ്മൾ കുറച്ച് വെള്ളം ആദ്യം കൊടുക്കും. ആ ക്രോപ്പ്, ആ ഒരു സീഡ് ഇടുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് വാട്ടർ ചെയ്യും. അപ്പൊ ആ സമയം തൊട്ട് എവിടെ നമ്മൾ ലാസ്റ്റ് എപ്പോ വെള്ളം കൊടുക്കുന്നുണ്ട്? ബിഫോർ ഹാർവെസ്റ്റിംഗ്.
അപ്പൊ ആ ഒരു ഡ്യൂറേഷൻ ആണ് ബേസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആയി പോകരുത്. ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു ക്രോപ്പിന്റെ മെച്യൂരിറ്റി ടൈം ആണ്, നമ്മൾ സീഡ് ഇട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള സമയം. പക്ഷെ ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച്, അതായത് ഇറിഗേഷൻ വാട്ടർ നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, the irrigation water is first issued for preparation of the ground for planting the crops to its last watering before harvesting. ഓക്കെ, ഇപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കണം. കാരണം ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യനിൽ ചോദിക്കുക ദ ക്രോപ്പ് പീരീഡ് ഇത്രയാണ്, ബേസ് പീരീഡ് ഇത്രയാണ് എന്നൊക്കെ പറയും. അപ്പൊ ബേസ് പീരീഡ് എന്താണ് എന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ബേസ് പീരീഡ് ഒരിക്കലും ക്രോപ്പ് പീരീഡുമായിട്ട് കൺഫ്യൂഷൻ ആയി പോവരുത്, തിരിഞ്ഞു പോവരുത് കേട്ടോ. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് ഡ്യൂട്ടി അതുപോലെ ഡെൽറ്റ. ഇപ്പൊ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി represents the irrigating capacity of a unit of water. It is the relation between area of a crop irrigated between area of a crop irrigated and the quantity of irrigation water required during the entire period of growth of that crop. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും പറയാ ഡിസ്ചാർജിന്റെ ടേംസിലാണ് പറയാ. ഇപ്പൊ നമ്മൾ പറയാണ് ഒരു പൈപ്പിൽ ഇത്ര ഫ്ലോ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്ന ടേം ഡിസ്ചാർജ് ആണ്. ക്യൂ, ഡിസ്ചാർജിന് നമ്മൾ ക്യൂ വെച്ചിട്ടാണ് പൊതുവെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഡിസ്ചാർജ് നമ്മൾ ഒരു യൂണിറ്റ് ഡിസ്ചാർജ് എത്ര ഏരിയയിൽ നമുക്ക് കൊടുക്കാം, എത്ര ഏരിയ ഓഫ് ദ ഫീൽഡ് ആ ഒരു ഡിസ്ചാർജിന് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡ്യൂട്ടി. ഇനി ഒന്ന് വായിച്ചു നോക്കൊന്നും കൂടെ. ഡ്യൂട്ടി represents the irrigating capacity of a unit of water. അതായത് ഒരു ക്യൂമെക്, നമ്മുടെ ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്താ പറയാ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതാണ് ഡിസ്ചാർജിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പം ആ ഒരു 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടറിന് എത്ര സ്ഥലം ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ, ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് എ ക്രോപ്പ് ഇറിഗേറ്റഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ്. മനസ്സിലായോ? ആ വെള്ളത്തിന് എത്ര ഏരിയയിൽ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലൊരു ടേം ആണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ required by a crop during the entire period the crop is in the field and is denoted by the symbol delta. ഇതാണ് അതിന്റെ സിമ്പിൾ. കണ്ടില്ലേ, ഒരു ട്രയാങ്കുലർ ഷേപ്പ്. അങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എന്നുള്ളത് ഡിനോട്ട് ചെയ്യുക. നമ്മൾ എഴുതുക ഡെൽറ്റ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ്. ഒരു ചെടിക്ക് എത്ര വെള്ളം വേണം, നമുക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത് നമുക്ക് ഡിസ്ചാർജിന്റെ ടേംസിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അങ്ങനെ പറയാം. പക്ഷെ ഇവിടെ എങ്ങനെയാ പറയുന്നത്, എത്ര ഡെപ്ത് വേണം, ഒരു ക്രോപ്പിന് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ വേണം. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും, സെന്റിമീറ്റർ. ഇത്ര സെന്റിമീറ്റർ വെള്ളം വേണം, അല്ലെങ്കിൽ ഇത്ര കുറെ ഉണ്ടെങ്കിൽ ഇത്ര മീറ്റർ വെള്ളം വേണം. മീറ്ററിലല്ല, നമ്മൾ സെന്റിമീറ്ററിലാണ് പൊതുവെ ഡെപ്ത് പറയാറ്. വെള്ളത്തിന്റെ ഡെപ്ത് പറയാറ് സെന്റിമീറ്ററിലാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിംഗ് ദ എൻറ്റയർ പീരീഡ് ദ ക്രോപ്പ് ഈസ് ഇൻ ദ ഫീൽഡ്. അതായത് ഏതാണ്, ക്രോപ്പ് പീരീഡ് ആയിരിക്കുമോ ബേസ് പീരീഡ് ആയിരിക്കുമോ? നമ്മുടെ ക്രോപ്പ് പീരീഡ്, അതായത് ക്രോപ്പ് എത്ര കാലം ഫീൽഡിലുണ്ട് അതാണ് നമ്മുടെ ക്രോപ്പ് പീരീഡ്. അപ്പൊ ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ് ആ ഒരു ക്രോപ്പിന് എത്ര വെള്ളം വേണം. ഓക്കെ, റെപ്രസെന്റഡ് ഇൻ ടേംസ് ഓഫ് ഡെപ്ത്. അപ്പൊ അതിനെ ടെക്നിക്കലി പറയുന്നതാണ് ഡെൽറ്റ. ഡെപ്ത് എന്ന് പറഞ്ഞാൽ മതി, പക്ഷേങ്കിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ടായിരിക്കും അല്ലേ ഓരോന്നിനും.
അപ്പൊ അങ്ങനെ പറയുന്നതാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെപ്ത് കേട്ടോ, മാറിപ്പോണ്ട. ഡെൽറ്റ എന്ന് പറയുന്നത് ഡെപ്ത്, ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ പെർ ഡിസ്ചാർജ്, അതാണ് ഡ്യൂട്ടി. ഓക്കെ, എത്ര ഏരിയ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാം വിത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ചാർജ് ഓഫ് വാട്ടർ വെച്ചിട്ട്, അതാണ് ഡ്യൂട്ടി. ഓക്കെ, ഇത് രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്യൂട്ടി, ഇഫ് 3 ക്യൂമെക് ഓഫ്, ക്യൂമെക് എന്ന് ഉദ്ദേശിക്കുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, അതാണ് ക്യൂമെക് കേട്ടോ, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ, അതിനെ നമ്മൾ എന്താണ് ഷോർട്ട് ആയിട്ട് പറയുന്നതാണ് ക്യൂമെക് എന്ന്. But if 3 cubic of water supply is required for a crop sown in an area of 5100 hectares, അപ്പോൾ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കണം, ഹെക്ടേഴ്സിലാണ് ഏരിയ തന്നിരിക്കുന്നത്. നമുക്ക് മീറ്റർ സ്ക്വയറിലൊക്കെ നമുക്ക് അറിയാം, സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അറിയാം, പക്ഷെ ഇത് ഹെക്ടേഴ്സിലാണ്. ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഹെക്ടർ എന്ന് പറയുമ്പോൾ 10⁴ മീറ്റർ സ്ക്വയർ, അതായത് 10,000 മീറ്റർ സ്ക്വയർ ആണ് ഒരു ഹെക്ടർ. ഓക്കെ, അപ്പൊ അങ്ങനത്തെ 5100 ഹെക്ടേഴ്സ് ഏരിയ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ചാർജ് 3 ക്യൂമെക് ആണ്, അതായത് 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഏരിയ 5100 ഹെക്ടേഴ്സ് ആണ്. അപ്പൊ ഡ്യൂട്ടി ഓഫ് ഇറിഗേഷൻ വിൽ ബി, അപ്പൊ അവിടുത്തെ ഡ്യൂട്ടി എത്രയാണ് എന്ന് ചോദിക്കും, അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളോട്. ഡ്യൂട്ടി വാട്ട് ഇസ് ദ ഡ്യൂട്ടി? അപ്പൊ ഡ്യൂട്ടി ഓഫ് ഇറിഗേഷൻ വിൽ ബി 5100, അതായത് ഏരിയ ബൈ ഡിസ്ചാർജ്, അതാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ എത്രയാ? 5100 by 3, അപ്പൊ എത്ര വന്നു? 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. അപ്പൊ യൂണിറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ് ഡ്യൂട്ടിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ലെക്ചർ നോട്ടിലെ പോയിന്റ്സ് ഒക്കെ എഴുതുമ്പോൾ ഡ്യൂട്ടിന്റെ യൂണിറ്റ് പ്രത്യേകം എഴുതി വെക്കുക. ഓക്കെ, ഹെക്ടേഴ്സ് പെർ ക്യൂമെക്, അതാണ് യൂണിറ്റ് ഓഫ് ഡ്യൂട്ടി. അപ്പൊ ഈ തന്നിരിക്കുന്ന സ്ഥലത്ത് ഡ്യൂട്ടി 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. ആൻഡ് ദ ഡിസ്ചാർജ് ഓഫ് 3 ക്യൂമെക് വിൽ ബി റിക്വയർഡ് ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ്. അവര് പറയുന്നത് എന്താണ്? ഇത് ഡ്യൂട്ടിയിൽ ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മനസ്സിലാക്കി വെക്കാനാണ്. ഇപ്പൊ നമുക്ക് തന്നത് 3 ക്യൂമെക് ഓഫ് വാട്ടർ എന്നല്ലേ പറഞ്ഞത്, അപ്പൊ അതാണ് ബേസ് പീരീഡ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ട വെള്ളം. ഓക്കെ, ദ ഡിസ്ചാർജ് ഓഫ് 3 ക്യൂമെക് വിൽ ബി റിക്വയർഡ് ത്രൂ ഔട്ട് ദ ബേസ് പീരീഡ്. നമ്മുടെ ബേസ് പീരീഡ് മുഴുവൻ നമ്മൾ എത്ര കൊടുക്കണം? 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഡ്യൂട്ടി. ഇനി നമുക്ക് ഡെൽറ്റ നോക്കാം. ഡെൽറ്റയുടെ എക്സാമ്പിൾ, ഇഫ് എ ക്രോപ്പ് റിക്വയർസ് അബൌട്ട് 12 വാട്ടറിങ്സ്. 12 വാട്ടറിങ്സ് ഉദ്ദേശിക്കുന്നത് എന്താ? 12 പ്രാവശ്യം വെള്ളം ഒഴിക്കണം, ഇറിഗേഷൻ കൊടുക്കണം. 12 വാട്ടറിങ്സ് അറ്റ് an interval of 10 days, 10 ദിവസം കൂടുമ്പോ. അപ്പൊ അതായത് 120 ഡേയ്സ് വരും അല്ലേ? 10 ദിവസം കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാട്ടറിങ് കൊടുക്കണം, ഒരു പ്രാവശ്യം ഇറിഗേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അടുത്ത 10 ദിവസം കൂടുമ്പോ അടുത്ത വെള്ളം കൊടുക്കണം. അങ്ങനെ 10 ദിവസം കൂടുമ്പോ നമ്മൾ വെള്ളം കൊടുക്കണം ക്രോപ്പിന്. ആൻഡ് എ വാട്ടർ ഡെപ്ത് ഓഫ് 10 സെന്റിമീറ്റർ ഇൻ എവറി വാട്ടറിങ്. നമ്മൾ ഓരോ പ്രാവശ്യം വെള്ളം കൊടുക്കുമ്പോഴും എത്ര വെള്ളം കൊടുക്കണം? 10 സെന്റിമീറ്റർ. ആ 10 സെന്റിമീറ്റർ വെള്ളം കൊടുക്കണം ഓരോ പ്രാവശ്യവും. ഓക്കെ, then the delta for that crop will be, അപ്പൊ ആ ക്രോപ്പിന്റെ ഡെൽറ്റ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഡെൽറ്റ എത്രയായിരിക്കും? ഡെൽറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അവിടെ എത്രയായിരിക്കും ഡെൽറ്റ? ടോട്ടൽ ഡെപ്ത്. ഡെൽറ്റ എന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമുക്ക് ഓരോ പ്രാവശ്യം ഇറിഗേറ്റ് ചെയ്യുമ്പോൾ 10 സെന്റിമീറ്റർ ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ 12 പ്രാവശ്യം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ടോട്ടൽ 12 × 10,
അതാണ് 120. 120 സെന്റിമീറ്റർ വെള്ളമാണ് കൊടുക്കേണ്ടത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. ഒരു പ്രാവശ്യം കൊടുക്കുന്നതല്ല ഡെൽറ്റ, ടോട്ടൽ ഡെപ്ത്. ആ എൻറ്റയർ ബേസ് പീരീഡില്, ആ ക്രോപ്പ് പീരീഡില് ക്രോപ്പിന് വേണ്ട വെള്ളം, അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 120 സെന്റിമീറ്റർ ആണ് വേണ്ടത്, അതായത് 1.2 meters. If the area under that crop is a hectares, അപ്പൊ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. ഏരിയ under that crop is a hectares, the total quantity will be, അപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡെപ്തിന്റെ ടേംസിലാണ്, ജനറലൈസ് ചെയ്യല്ല, നമ്മൾ ഡിസ്ചാർജിന്റെ ടേംസിൽ പറയാണ് കേട്ടോ. അതായത് ടോട്ടൽ ഏരിയ a hectares ആണെങ്കിൽ എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണ്ടി വരിക? നമുക്കറിയാം ഡെപ്ത് അറിയാം, ഡെപ്ത് ഇൻറ്റു ഏരിയ വിൽ ഗിവ് ദ വോള്യൂം. ഓക്കെ, അപ്പൊ 1.2 ഇൻറ്റു ഏരിയ, അതായത് 1.2 a hectares meters, 1.2 a hectare meter ആയിരിക്കും എന്ത്, അത്രയും വോള്യൂം ഓഫ് വാട്ടർ ആയിരിക്കും വേണ്ടത് ഇൻ എ പീരീഡ് ഓഫ് 120 days. അപ്പൊ 120 ദിവസത്തില്, 120 ദിവസം നമുക്ക് എങ്ങനെയാ കിട്ടിയത്? അത് ആദ്യത്തെ ലൈൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇഫ് എ ക്രോപ്പ് റിക്വയർസ് അബൌട്ട് 12 വാട്ടറിങ്സ് അറ്റ് ആൻ ഇന്റർവെൽ ഓഫ് 10 days, അപ്പൊ 10 ദിവസം കൂടുമ്പോൾ 12 പ്രാവശ്യം കൊടുക്കണം. അപ്പൊ ടോട്ടലി എത്ര ദിവസമാണ് ആ ക്രോപ്പിന് വരുന്നത്? അതായത് ബേസ് പീരീഡ്, ആ ഒരു ക്രോപ്പിന് വെള്ളം കൊടുക്കേണ്ട ടോട്ടൽ ഡ്യൂറേഷൻ, അതാണ് ബേസ് പീരീഡ്. അത് 12 into 10. ഓക്കെ, ഈ 12 into 10 days. ഓക്കെ, അതാണ് 120 days ആണ് ബേസ് പീരീഡ് ആ ക്രോപ്പിന്റെ. അതുപോലെ 1.2 a, ഇവിടെ ഒരു a എഴുതാൻ മറന്നതാണ്, 1.2 a hectare meter ആയിരിക്കും അതിന്റെ വോള്യൂം ഓഫ് വാട്ടർ. അപ്പൊ ഇപ്പൊ നമ്മളോട് ഡിസ്ചാർജ് കാണാനാണ് ചോദിച്ചതെന്ന് വെക്കാം. ഇപ്പൊ ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്താ വരിക? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഒരു വോള്യൂം ഡിവൈഡഡ് ബൈ ടൈം ചെയ്താൽ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അതിപ്പോ വേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് എന്തൊക്കെ കാണാം? ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ ബേസ് പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ വോള്യൂം ഓഫ് വാട്ടർ കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡിസ്ചാർജും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചത് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോ വരുന്ന ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എക്സാംസ് ഒക്കെ എഴുതാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരുണ്ടാവാം. അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ PSC എക്സാം ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനത്തെ ഇതിലൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡ്യൂട്ടി, ഡെൽറ്റ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഈ ഫൈനൽ എക്സാമിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ഇതാണ് കേട്ടോ. സോ അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇനി വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് ഡ്യൂട്ടി? നമുക്ക് ഡ്യൂട്ടി എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, എത്ര ഏരിയ ഓഫ് ലാൻഡ് നമുക്ക് തന്നിരിക്കുന്ന വെള്ളം വെച്ച് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി. അപ്പൊ അതെങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ഒന്നെങ്കിൽ ബൈ ദ നമ്പർ ഓഫ് ഹെക്ടേഴ്സ് that 1 cubic of water can irrigate during the base period. ഒന്നെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ബൈ ദ നമ്പർ ഓഫ് ഹെക്ടേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. എത്ര ഹെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഹെക്ടർ എന്തിന്റെ യൂണിറ്റ് ആണ്? ഏരിയന്റെ യൂണിറ്റ് ആണ്. ഹെക്ടർ മീറ്റർ സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 hectare is equal to 10⁴ meter square. മീറ്റർ സ്ക്വയർ ശ്രദ്ധിക്കണേ, മീറ്റർ സ്ക്വയർ. അപ്പൊ അതായത് ഹെക്ടർ ഇസ് എ യൂണിറ്റ് ഓഫ് ഏരിയ. നമ്മള് എന്താ വെച്ചാൽ ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഫീൽഡൊക്കെ പൊതുവെ ഇങ്ങനെ ഇറിഗേഷൻ കൊടുക്കേണ്ടി വരുന്ന ഫീൽഡുകളൊക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹെക്ടേഴ്സിൽ പറയുന്നത്. ഓക്കെ, മീറ്റർ സ്ക്വയറിനെക്കാട്ടിലും പറയാൻ കാരണം ഹെക്ടർ ആണ്.
നമ്മൾ പറയാം, കാരണം ഫീൽഡ് വലുതായതുകൊണ്ടാണ്. ഓക്കെ, മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അപ്പൊ ഇൻറ്റു 10⁴ അല്ലേ. ഇപ്പൊ 1 ഹെക്ടറിന് ഞാൻ പറയണമെങ്കിൽ എനിക്ക് 10,000 മീറ്റർ സ്ക്വയർ എന്ന് പറയേണ്ടി വരും. അതിലും ഭേദം 1 ഹെക്ടർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഹെക്ടേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുക പൊതുവെ. അപ്പൊ ആദ്യം by the number of hectares that 1 cubic of water can irrigate during the base period. അപ്പൊ നമ്മുടെ ബേസ് പീരീഡില് 1 meter cube per second. ക്യൂമെക് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ 1 meter cube per second of വാട്ടറിന് 1 ഹെക്ടർ എത്ര ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? മനസ്സിലായില്ലേ? 1 meter cube of വാട്ടറിന് എത്ര ഹെക്ടേഴ്സ് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്, അതായത് 1 meter cube per second വാട്ടറിന് എത്ര ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും? 1700 ഹെക്ടേഴ്സ് ഇറിഗേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ആ കൺസെപ്റ്റ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, നമ്മൾ അങ്ങനെയാണ് പൊതുവെ എക്സ്പ്രസ് ചെയ്യാറ്. ഓക്കെ, മോസ്റ്റ് കോമൺ ഫോം ഇതാണ്. പിന്നെ അതല്ലെങ്കിൽ ബൈ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ, അതായത് ഡെൽറ്റയുടെ ടേംസിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് ഡെപ്ത് ഓഫ് വാട്ടർ 1.2 നേരത്തെ നമ്മൾ കണ്ടു, 12 വാട്ടറിങ്സ് ഇൻ വിത്ത് 10 സെന്റിമീറ്റർ ഡെപ്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ടോട്ടൽ ഡെൽറ്റ വെച്ചിട്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ബൈ ദ നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് by a million cubic meter of stored water. അതായത് 1 million cubic meter വാട്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. 1 million cubic meter, അത് വളരെ കൂടുതലാണ്. ഓക്കെ, 1 million എന്ന് പറയുമ്പോൾ 10⁶ മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റോർ ചെയ്ത് വെച്ച വെള്ളം കൊണ്ട് എനിക്ക് എത്ര ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ് ഇറിഗേറ്റ് ചെയ്യാം? അങ്ങനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പൊതുവെ നമ്മൾ ഈ ടാങ്ക് ഇറിഗേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ആണ് അഡോപ്റ്റ് ചെയ്യുക. ടാങ്ക് ഇറിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല, നമ്മൾ ഒരു ചെറിയ റിസർവോയർ ഉണ്ടാക്കും. എന്നുവെച്ചാൽ കോൺക്രീറ്റ് വെച്ച് ആയിക്കൊള്ളണം എന്നില്ല, മണ്ണ് വെച്ചിട്ട് നമ്മളൊരു ബണ്ട് പോലെ കെട്ടി ഒരു റിസർവോയർ ഉണ്ടാക്കും. അങ്ങനെ ഒരു ടാങ്ക് പോലെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കും ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ടാങ്ക് ഇറിഗേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അതിന്റെ വോള്യൂം അറിയാം, അതിൽ എത്ര വെള്ളം കപ്പാസിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അല്ലെ. ആ ടാങ്കിന്റെ വോള്യൂം കാണാം, എന്നിട്ട് ആ ഒരു വോള്യൂം വെച്ചിട്ടാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ബൈ ദ നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എത്ര? 1 million cubic meters of stored water. ടാങ്ക് ഇറിഗേഷനിലൊക്കെ ചെയ്യുന്നത് പോലെ. പിന്നെ അല്ലെങ്കിൽ ബൈ ദ നമ്പർ ഓഫ് ഹെക്ടർ മീറ്റേഴ്സ് എക്സ്പെൻഡഡ് പെർ ഹെക്ടർ ഇറിഗേറ്റഡ്. ദിസ് ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ടാങ്ക് ഇറിഗേഷൻ. അതായത് 1 ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം മീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ചെലവായി, അങ്ങനെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവെ ഇത് 4 ആണെങ്കിലും നിങ്ങൾക്ക് മെയിൻലി ക്വസ്റ്റ്യൻസിലൊക്കെ വരിക ഫസ്റ്റ് മെത്തേഡിലാണ് എക്സ്പ്രസ് ചെയ്യുക ഡ്യൂട്ടി. ഓക്കെ, പിന്നെ ഇത് മനസ്സിലാക്കി വെക്കുക, പിന്നെ എക്സാമിന് ചോദിച്ചാൽ എഴുതണം. ഓക്കെ, പക്ഷേങ്കിൽ ഇതാണ് പഠിക്കേണ്ടത്, മെയിൻലി അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ് കേട്ടോ. ഇനി ഫോർ എ പ്രിസൈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡ്യൂട്ടി ബൈ ദ ഫസ്റ്റ് മെത്തേഡ്, ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച്, which is quite common in canal irrigation system, it is necessary to state the following along with the duty figures. അതായത് നമ്മൾ ഇത് പറയുമ്പോൾ നമ്മൾ 1700 hectares per cubic അങ്ങനെ ഒരു വാല്യൂ പറയുമ്പോൾ അതിനോട് കൂടി 2 കാര്യങ്ങളും നമ്മൾ ചേർക്കണം. എന്തൊക്കെയാണ്? അതിന്റെ ബേസ് പീരീഡ് എത്രയാണ്, അതുപോലെ the place of measurement of duty. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് നമ്മൾ ഈ ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത്? അത് പറയാൻ ഒരു കാരണമുണ്ട്, നമുക്ക് നോക്കാം, അടുത്ത സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ഇപ്പൊ ഒരു മെയിൻ കനാൽ എടുക്കുകയാണ്. മെയിൻ കനാൽ എടുത്തു,
ഇപ്പൊ ഈ ഫിഗർ നോക്കൂ ട്ടോ എല്ലാരും. മെയിൻ കനാൽ എടുത്തു. മെയിൻ കനാലിൽ നിന്ന് ഇതാ ഡിസ്ട്രിബ്യൂട്ടറീസ് വന്നു. മെയിൻ കനാലിൽ നിന്ന് ബ്രാഞ്ചസ് വരാം. ബ്രാഞ്ച് ഇല്ല എങ്കിൽ അതൊരു ഡിസ്ട്രിബ്യൂട്ടറി ആയി. പിന്നെ അതൊരു വാട്ടർ കോഴ്സ്. വാട്ടർ കോഴ്സ് എന്ന് പറയുന്നത് ഫീൽഡ് ചാനൽ. അത് തന്നെയാണ് വാട്ടർ കോഴ്സ്. ഓക്കെ, നമ്മുടെ ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കുന്ന അവസാനത്തെ ചാനൽ ഫീൽഡ് ചാനൽ ഓർ വാട്ടർ കോഴ്സ്. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ബ്രാഞ്ച് കനാൽ ഒന്നും കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനാണ്. ഡ്യൂട്ടി ഓരോ സ്ഥലത്തും ഓരോ ഡ്യൂട്ടിയാണ്. ഞാൻ പറഞ്ഞു തരാം. ഡ്യൂട്ടി വേരീസ് ബിക്കോസ് ഓഫ് വേരിയേഷൻ ഓഫ് ഡ്യൂട്ടി വിത്ത് ദ പ്ലേസ് ഓഫ് ഇറ്റ്സ് മെഷർമെന്റ്. നമ്മൾ എവിടെയാണ് ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ച് ഡ്യൂട്ടിയുടെ വാല്യൂല് മാറ്റം വരും. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. ഡ്യൂട്ടി വേരീസ് ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് കൺവേയൻസ് ലോസസ് ആസ് ദ വാട്ടർ ഫ്ലോസ്. ഇപ്പൊ വെള്ളം ഒഴുകുമ്പോ നമുക്കറിയാം കുറെ രീതിയിലുള്ള ലോസസ് ഉണ്ടാവും അല്ലെ. അവിടെ എന്താണ് നമ്മുടെ സീപ്പേജ് ലോസസ്, എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ചെറിയ ലീക്ക് ഒക്കെ വരാം. അപ്പൊ അങ്ങനെ വെള്ളം നഷ്ടപ്പെടും. അപ്പൊ നമ്മള് ഇൻലെറ്റില് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊടുക്കുന്ന മെയിൻ കനാലില് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന വെള്ളം അവസാനത്തെ ഫീൽഡിൽ എത്തിക്കൊള്ളണമെന്നില്ല. ഇവിടെ ഇത് കൂടെ പോകുമ്പോൾ കുറച്ച് ലോസ് സംഭവിക്കാം. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ടറിയിലേക്ക് വന്നപ്പോൾ കുറച്ച് ലോസസ് അവിടെ പോയി. പിന്നെ അതുപോലെ വാട്ടർ കോഴ്സിൽ വീണ്ടും ലോസ് ആയി പോയി. ഓക്കെ, സോ വെള്ളം ഒരേ ക്വാണ്ടിറ്റി അല്ല ഓരോ സ്ഥലത്തും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ ഒരു ഇത് പെട്ടെന്ന് കിട്ടും. കാരണം ഡ്യൂട്ടിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ പെർ യൂണിറ്റ് ഡിസ്ചാർജ് അല്ലേ. അപ്പൊ ആ ഡിസ്ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടേം ആണ് ഡ്യൂട്ടി. ഡിസ്ചാർജ് മാറിയാൽ ഡ്യൂട്ടിയും മാറും. ഓക്കെ, അപ്പൊ മെയിൻ കനാലിലെ ഡിസ്ചാർജ് നോക്കുക. അപ്പൊ ഏരിയ മാറുന്നില്ല. നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്ന ഫീൽഡ് എത്രയാണോ, ഫീൽഡിന്റെ ഏരിയ എത്രയാണോ അത് തന്നെയാണ് ഏരിയ. പക്ഷേ എന്ത് മാറും? ഡിസ്ചാർജ്. കാരണം ലോസസ് സംഭവിക്കുന്നുണ്ട്. മെയിൻ കനാലിലുള്ള ഡിസ്ചാർജ് അല്ല ഡിസ്ട്രിബ്യൂട്ടറിയിൽ വരുന്നത്. അതുപോലെ അതല്ല വാട്ടർ കോഴ്സിൽ വരുന്നത്. എവിടെയായിരിക്കാം അപ്പൊ കൂടുതൽ ഡ്യൂട്ടി വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡ്യൂട്ടി കൂടുതലാവുക എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് കുറവാവണം അല്ലെ. ഡിസ്ചാർജ് കുറവുള്ളിടത്തായിരിക്കും ഡ്യൂട്ടി കൂടുതൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ്. അപ്പൊ ഡിസ്ചാർജ് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഡിനോമിനേറ്റർ കൂടിയാൽ വാല്യൂ കുറയും അല്ലെ. അപ്പൊ അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും. അപ്പൊ നമുക്കറിയാം ഇവിടെയായിരിക്കും ഏറ്റവും കുറച്ച് ഡിസ്ചാർജ്. ഇവിടുത്തെ ലോസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ വാട്ടർ കോഴ്സിൽ എത്തുമ്പോഴേക്ക് വെള്ളം വളരെ കുറയും. അപ്പൊ ഇവിടെ കുറച്ച് ഡിസ്ചാർജേ ഉള്ളൂ. അതായത് ഇവിടെയാണ് ഡ്യൂട്ടി കൂടുതൽ. ഓക്കെ, ഡ്യൂട്ടി കൂടുതൽ വാട്ടർ കോഴ്സിലാണ്. വാട്ടർ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ചാനൽ. ഫീൽഡ് ചാനലിലാണ് ഡ്യൂട്ടി കൂടുതൽ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. വായിച്ചു നോക്കാം. ഡ്യൂട്ടി ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദ വാട്ടർ ഫ്ലോസ്. കണ്ടോ, വെള്ളം ഒഴുകും തോറും ഡ്യൂട്ടി കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ. കാരണം ഇവിടെ ഡിസ്ചാർജ് കുറവായിരിക്കും, അപ്പൊ ഡ്യൂട്ടി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് സി ബി ദ ഹെഡ് ഓഫ് ദ ഫീൽഡ്. അപ്പൊ സി ഇതാണ് ഹെഡ്, ഫീൽഡിൽ വരുന്ന ഹെഡ്. ഓക്കെ, ബി ബി ദ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ് ഓർ ഫീൽഡ് ചാനൽ. അപ്പൊ വാട്ടർ കോഴ്സിന്റെ ഹെഡ് നമ്മൾ ബി ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് എ ബി ദ ഹെഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടറി. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിയുടെ തുടക്കം, ഈ തുടക്കത്തിനെയാണ് ഹെഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടക്കം എ ആണ്. ഓക്കെ, let the area of the field be 1700 hectares. ഫീൽഡിന്റെ ഏരിയ തന്നിട്ടുണ്ട് 1700 hectares ആണ്. And let 1 cubic water be required to be delivered at point C. അതായത് സിയിൽ നമുക്ക് എത്ര ഡെലിവറി ചെയ്യണം? 1 meter cube per second. അതായത് ഇവിടുന്ന് ഒഴുകാൻ തുടങ്ങി എല്ലാ ലോസസും കഴിഞ്ഞ് നമുക്ക് അവസാനം 1 meter cube per second വെള്ളം ഇവിടെ കിട്ടിയിരിക്കണം. ഓക്കെ,
the duty at the head of the field. അപ്പൊ ഫീൽഡിലുള്ള ഡ്യൂട്ടി എന്തായിരിക്കും? ഇവിടെ നമുക്ക് എത്ര കിട്ടണം? 1 meter cube per second. ഏരിയ ഓഫ് ദ ഫീൽഡും തന്നിട്ടുണ്ട്, 1700 ഹെക്ടേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഏരിയ ബൈ ഡിസ്ചാർജ്. അപ്പൊ 1700 ഹെക്ടർ ബൈ 1 ക്യൂമെക് ആണ്. അപ്പൊ 1 ക്യൂമെക് എന്ന് പറയുമ്പോൾ 1 എഴുതേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ. അപ്പൊ 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. അതാണ് ഡ്യൂട്ടി അറ്റ് ദ ഹെഡ് ഓഫ് ദ ഫീൽഡ്. ഇവിടുത്തെ ഡ്യൂട്ടി 1700 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. ഇനി assuming conveyance losses between B and C to be 0.1 cubic. ബിയിൽ നിന്ന് സിയിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ 0.1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ബിയിൽ എത്ര വെള്ളം സപ്ലൈ ചെയ്യണം? ഇവിടെ 1 കിട്ടണം, ഇവിടെ 0.1 നഷ്ടമായിപ്പോയി. അപ്പൊ 1 + 0.1 1.1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം ഡിസ്ചാർജ് ചെയ്യണം. എന്നാലേ നമുക്ക് സിയിലെത്തുമ്പോൾ എത്ര കിട്ടൂ? 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും, ലോസസ് ഒക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോ assuming conveyance losses between B and C to be 0.1 cubic, discharge required at B will be 1.1 cubic. അപ്പോൾ ഡ്യൂട്ടി എത്രയായിരിക്കും? ഡ്യൂട്ടി എന്ന് പറയുന്നത് വീണ്ടും ഏരിയ മാറുന്നില്ല, ഏരിയ ഫീൽഡിന്റെ കോൺസ്റ്റന്റ് ആണല്ലോ, 1700 ഹെക്ടേഴ്സ് ബൈ ഡിസ്ചാർജ് മാറി 1.1 ക്യൂമെക് ആയി. അപ്പോൾ ഡ്യൂട്ടി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1700 ബൈ 1.1, അതായത് 1545 ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ഓൺലി. അതായത് ഇവിടുന്ന് ഡ്യൂട്ടി കുറഞ്ഞു അല്ലെ? ഇവിടെ ബിയിലെത്തിയപ്പോ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സിൽ ഡ്യൂട്ടി കുറവാണ് കമ്പയർഡ് ടു ഹെഡ് ഓഫ് ദ ഫീൽഡ്. കാരണം നമ്മൾ ഡിസ്ചാർജ് കൂട്ടി. ഡിസ്ചാർജ് ആൻഡ് ഡ്യൂട്ടി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പൊ അതേപോലെ പിന്നെ എന്ത് പറ്റും? എയിലെത്തുമ്പോ ഇതുപോലെ തന്നെ നമ്മൾ അഗെയിൻ ഇഫ് ലോസസ് ബിറ്റ്വീൻ എ ടു ബി ഈസ് 0.2 ക്യൂമെക്, എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോ 0.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വെള്ളം ലോസ് ആയി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയിൽ എത്ര ഡിസ്ചാർജ് കൊടുക്കണം? 1.1 + 0.2, അതായത് 1.3 ക്യൂമെക് വാട്ടർ നമ്മൾ ഹെഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടറിയിൽ സപ്ലൈ ചെയ്തിരിക്കണം. എന്നാലേ നമ്മുടെ സിയിലെത്തുമ്പോഴേക്ക് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ എയിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് എത്രയാണ്? ഏരിയ ബൈ ഡിസ്ചാർജ്, 1700 ഹെക്ടർ ഏരിയ ബൈ 1.3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ്, അതായത് 1308 ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ഓൺലി. അതായത് വീണ്ടും കുറഞ്ഞു, വാല്യൂ കുറഞ്ഞു വരികയാണ്, ഡ്യൂട്ടി കുറഞ്ഞു വരികയാണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ പോകും തോറും ഡ്യൂട്ടി കൂടി വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എന്നാ ഫസ്റ്റ് ലൈൻ വായിച്ചു നോക്കൂ. ഡ്യൂട്ടി വേരീസ് ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് കൺവേയൻസ് ലോസസ് ആസ് ദ വാട്ടർ ഫ്ലോസ്. ഡ്യൂട്ടി ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ദ വാട്ടർ ഫ്ലോസ്. ഓക്കെ, ഡ്യൂട്ടി കൂടുകയാണ് ചെയ്യുക, വെള്ളം ഒഴുകും തോറും ഡ്യൂട്ടി കൂടിക്കൂടി വരികയാണ് ചെയ്യുക. ഓക്കെ, ഹെൻസ് ഡ്യൂട്ടി അറ്റ് ദ ഹെഡ് ഓഫ് ദ വാട്ടർ കോഴ്സ്, അതായത് ബിയിലുള്ളത് ഈസ് ലെസ്സർ ദാൻ ദ ഡ്യൂട്ടി അറ്റ് ദ ഹെഡ് ഓഫ് ദ ഫീൽഡ്. അതായത് സിയിലുള്ളതിലും കുറവാണ് ബിയിലുള്ളതിലും കുറവാണ് എയിലുള്ള ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഡ്യൂട്ടി പറയുന്ന സമയത്ത് ബേസ് പീരീഡും മെൻഷൻ ചെയ്യണം, അതുപോലെ എവിടെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഏത് പോയിന്റിലാണ് ഡ്യൂട്ടി മെഷർ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്യണം. കാരണം നമ്മളിപ്പോ കണ്ടു, സിയിലാണെങ്കിൽ ഒരു ഡ്യൂട്ടിന്റെ വാല്യൂ ആണ്, ബിയിലാണെങ്കിൽ ഡ്യൂട്ടി മാറി, എയിലാണെങ്കിൽ ഡ്യൂട്ടി വീണ്ടും മാറി. സോ അത് സ്പെസിഫൈ ചെയ്യണം, ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ,
ഈ ഒരു ഡയഗ്രത്തില് the duty at the head of the water course is called outlet duty. നമ്മൾ outlet duty എന്നാണ് ഈ ഒരു പോയിന്റിലെ ഡ്യൂട്ടിക്ക് പറയാം. ഓക്കെ, ഔട്ട്ലെറ്റ് ഡ്യൂട്ടി. കാരണം ഇതാണ് ഔട്ട്ലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, എന്ത് ഫീൽഡ് ചാനൽ എന്ന് പറയുന്നത് എന്താണ് ഗവൺമെന്റ് ഓതറൈസ്ഡ് അല്ല. ബാക്കിയെല്ലാം ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ലാസ്റ്റ് പോയിന്റ് മൈനർ എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. അത് തന്നെയാണ് വാട്ടർ കോഴ്സ് അല്ലെങ്കിൽ ഫീൽഡ് ചാനൽ. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റിലുള്ള ഹെഡ്, ആ ഒരു കനാലിന്റെ ഹെഡിനെയാണ് ഔട്ട്ലെറ്റ് ഡ്യൂട്ടി എന്ന് പറയാം. ഹെഡിനെ അല്ല, അവിടുത്തെ ഡ്യൂട്ടിക്കാണ് ഔട്ട്ലെറ്റ് ഡ്യൂട്ടി എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് മെഷർമെന്റ് ഓഫ് ഡ്യൂട്ടി ആർ ടേക്കൺ അറ്റ് 4 പോയിന്റ്സ്. നമ്മൾ പൊതുവെ 4 മെയിൻ പോയിന്റുകളിലാണ് ഡ്യൂട്ടി എടുക്കുക. ഒന്ന്, മെയിൻ കനാലിന്റെ ഹെഡില്, at the head of the main canal, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇറ്റ് ഈസ് നോൺ ആസ് ഗ്രോസ് ക്വാണ്ടിറ്റി. അത് ഗ്രോസ് ക്വാണ്ടിറ്റി. ഗ്രോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ, മുഴുവനായിട്ടുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, പിന്നെ at the head of a branch canal, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടറി ആണ് കാണിച്ചത്, പക്ഷെ പൊതുവെ ഒരു മെയിൻ കനാൽ കഴിഞ്ഞാൽ ബ്രാഞ്ച് കനാൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ബ്രാഞ്ച് കനാലിന്റെ ഹെഡില്, ഹെഡ് ഓഫ് ദ ബ്രാഞ്ച് കനാൽ. പിന്നെ at the outlet of a canal, അപ്പൊ ബ്രാഞ്ച് കനാലിന്റെ ഹെഡിൽ ഇറ്റ് ഈസ് നോൺ ആസ് ലാറ്ററൽ ക്വാണ്ടിറ്റി. അതാണ് ലാറ്ററൽ ക്വാണ്ടിറ്റി. പിന്നെ at the outlet of a canal, നമ്മുടെ വാട്ടർ കോഴ്സിന്റെ ഹെഡില്, അതിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഔട്ട്ലെറ്റ് ഫാക്ടർ. അപ്പൊ ആ ഒരു ഡ്യൂട്ടീനെയാണ് എന്ത് പറയാ? ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയും. പിന്നെ at the head of a land to be irrigated, known as the net quantity. net quantity എന്ന് പറയാൻ കാരണം എല്ലാ ലോസസും കഴിഞ്ഞ് അവസാനം ഫീൽഡിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റ്, അതുകൊണ്ടാണ് നെറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ്സിലാണ് നമ്മൾ ഡ്യൂട്ടി മെഷർ ചെയ്യാം. മെയിൻ കനാലിന്റെ ഹെഡില് നോൺ ആസ് ഗ്രോസ് ക്വാണ്ടിറ്റി, ബ്രാഞ്ച് കനാലിന്റെ ഹെഡില് നോൺ ആസ് ലാറ്ററൽ ക്വാണ്ടിറ്റി, ഒരു വാട്ടർ കോഴ്സിന്റെ ഹെഡില് അല്ലെങ്കിൽ എന്താണ് ഫീൽഡ് ചാനൽ ഓർ മൈനർ ഹെഡില് നോൺ ആസ് ഔട്ട്ലെറ്റ് ഫാക്ടർ, ആൻഡ് at the head of the field known as net quantity. ഓക്കെ, അപ്പൊ ഇത് 4 പോയിന്റുകളാണ് നമ്മൾ ഡ്യൂട്ടി മെഷർ ചെയ്യാൻ എടുക്കുക. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. അപ്പോൾ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഇതിന്റെ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം പ്രോബ്ലംസ് ഒക്കെ വരിക ആ ഒരു ഫോർമുലേനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫോർമുല നിങ്ങൾക്ക് എന്താണ് ഈ PSC എക്സാംസിനൊക്കെ ഭാവിയിൽ എഴുതാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഉപയോഗമായിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്കപ്പോ ഇതിന്റെ നിങ്ങൾക്ക് സിലബസിൽ ഇതിന്റെ ഡെറിവേഷനും കൂടെ വരുന്നുണ്ട്. അപ്പൊ ആ ഡെറിവേഷനും കൂടെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ് ഡി ബി ദ ഡ്യൂട്ടി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. ഒന്നും കൂടെ ഞാൻ പറയാം, അത് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പൊ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് പെർ യൂണിറ്റ് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. ഓക്കെ, അതായത് നമുക്ക് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വാട്ടർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എത്ര ഏരിയ നിങ്ങൾക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് ഡ്യൂട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ സപ്ലൈഡ്. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ, അതായത് ആ ഒരു ടോട്ടൽ ബേസ് പീരീഡില് നമ്മൾ എത്ര വെള്ളം കൊടുക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 120 സെന്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 120 സെന്റിമീറ്റർ വാട്ടർ ഒറ്റ സ്ട്രെച്ചിലല്ല കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 10 വാട്ടറിങ്സ് അല്ലെങ്കിൽ 12 വാട്ടറിങ്സ്
ആ ഒരു 12 പ്രാവശ്യമായിട്ട് കൊടുക്കുക. അതായത് ഓരോ പ്രാവശ്യവും 10 സെന്റിമീറ്റർ വെച്ച് കൊടുക്കുക 12 പ്രാവശ്യം. അപ്പൊ നമുക്ക് ടോട്ടൽ 120 സെന്റിമീറ്റർ കിട്ടും. അങ്ങനെയാണ് 120 സെന്റിമീറ്റർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ സപ്ലൈഡ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സിലാണ് നമ്മൾ പൊതുവെ ഡെൽറ്റ എക്സ്പ്രസ് ചെയ്യാറ്. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡെൽറ്റ ഡ്യൂട്ടീന്റെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. ഡ്യൂട്ടീന്റെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. പിന്നെ ബേസ് പീരീഡ് ഇൻ ഡേയ്സ്. ഡേയ്സിലാണ് നമ്മൾ പറയാ. മന്തിലോ ഇയറിലോ ഒന്നും അല്ല, ഡേയ്സിലാണ് പറയാ. വീക്സിലും അല്ല കേട്ടോ, വീക്കിലും അല്ല പറയാ. ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡെറിവേഷൻ നോക്കാം. ഇഫ് വി ടേക്ക് എ ഫീൽഡ് ഓഫ് ഏരിയ d ഹെക്ടേഴ്സ്. അപ്പൊ നമ്മളൊരു ഫീൽഡ് കൺസിഡർ ചെയ്യാണ്. ആ ഒരു ഫീൽഡിന്റെ ഏരിയ എത്രയാണ്? d ഹെക്ടേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഹെക്ടർ എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഏരിയ ആണ്. ഹെക്ടർ ക്യാൻ ബി കൺവേർട്ടഡ് ടു മീറ്റർ സ്ക്വയർ ട്ടോ. അപ്പൊ d ഹെക്ടേഴ്സ് ആണ് ഏരിയ. Water supplied to the field corresponding to the water depth delta meters will be. അപ്പൊ നമ്മൾ എത്ര വോള്യൂം ഓഫ് വാട്ടർ സപ്ലൈ ചെയ്തു എന്നെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഏരിയ ഉണ്ട്, ഡെപ്തും ഉണ്ട്. അപ്പൊ ഡെപ്ത് ഇൻറ്റു ഏരിയ ഗിവ്സ് വോള്യൂം. സോ നമുക്ക് ഡെൽറ്റ ഡെപ്ത് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് d ഹെക്ടേഴ്സ് ആണ്. അപ്പൊ d ഹെക്ടേഴ്സ്, ഹെക്ടർ മീറ്റർ, അതായിരിക്കും വാട്ടർ സപ്ലൈഡ് ടു ദ ഫീൽഡ് ഇൻ ടേംസ് ഓഫ് വോള്യൂം. വോള്യത്തിന്റെ ടേംസിൽ പറഞ്ഞാൽ ഡെൽറ്റ d ഹെക്ടർ മീറ്റർ. നിങ്ങളെല്ലാവരും സിവിൽ സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സോ യൂണിറ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഒരു സെന്റിമീറ്ററും ഒരു മീറ്ററും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ട് നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ ഒരു മീറ്റർ സ്ക്വയറും ഒരു ഹെക്ടറും തമ്മിൽ 10⁴, അതായത് 10,000 മീറ്റർ സ്ക്വയർ ആണ് ഒരു ഹെക്ടർ. അപ്പൊ അത്രയും വ്യത്യാസം വരുന്നുണ്ട്. ഒരു ആനേന്റെയും എലീന്റെയും വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു യൂണിറ്റിൽ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ യൂണിറ്റ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, എല്ലാ യൂണിറ്റ്സും മനസ്സിലാക്കി വേണം പഠിക്കാൻ. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് ഓരോ യൂണിറ്റും വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത്. ഡ്യൂട്ടീന്റെ യൂണിറ്റ് ഹെക്ടർ പെർ ക്യൂമെക്. അതുപോലെ ഡെൽറ്റ നമ്മൾ മീറ്റേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യാറ്. പിന്നെ അതുപോലെ ബേസ് പീരീഡ് ഡേയ്സിലാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഓരോന്നും എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ. കാരണം അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാല്യൂ മാറിപ്പോവും. അതുകൊണ്ടാണ്. അപ്പൊ ഡെൽറ്റ ഇൻറ്റു d ഹെക്ടർ മീറ്റർ ആണ് വോള്യൂം. അത്ര വോള്യൂം ഓഫ് വാട്ടർ ആണ് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് കൊടുത്തത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത നോക്കാം. എഗെയിൻ ഫോർ ദ സെയിം ഫീൽഡ് ഓഫ് d ഹെക്ടേഴ്സ്. അപ്പൊ നമ്മൾ അതേ ഫീൽഡ് എടുക്കുകയാണ്. അവിടുത്തെ ഏരിയ d ഹെക്ടർ നമുക്കറിയാം. 1 cubic of water is required to flow during the entire base period. അപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ ബേസ് പീരീഡിൽ നമുക്ക് 1 meter cube per second വെള്ളമാണ് വേണ്ടത് നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ hence water supply to this field. അപ്പൊ അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന വാട്ടർ in terms of volume എത്രയായിരിക്കും? നമുക്ക് തന്നിട്ടുള്ളത് എന്താ? ഡിസ്ചാർജ് ആണ്. 1 meter cube per second. ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ക്യൂമെക്, അതായത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് വോളിയം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ ഒരു ടൈം ചെയ്യണം അല്ലെ. ആ ടൈം എന്ന് പറയുന്നത് ഇവിടെ തന്ന ബേസ് പീരീഡ്. ഓക്കെ, ബേസ് പീരീഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോള്യൂം ഓഫ് വാട്ടർ സപ്ലൈഡ് കിട്ടും. അപ്പൊ നമുക്ക് ഡെൽറ്റയാണ് തന്നത്, ഏരിയയും തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വോള്യൂം കണ്ടുപിടിക്കാം. അതുപോലെ ഡിസ്ചാർജ് ആണ് തന്നത്, ബേസ് പീരീഡും തന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോള്യൂം കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇതിപ്പോ കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞുതരാൻ നിങ്ങൾ ഈ യൂണിറ്റ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 1 meter cube per second into
ബേസ് പീരീഡ് ടൈം ചെയ്താൽ നിങ്ങൾക്ക് വോളിയം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താണെന്നറിയാമോ, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ബ്ലാക്ക് ബോർഡ് വെച്ച് പറഞ്ഞു തരാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, വാട്സാപ്പ് വഴിയൊക്കെ ചോദിക്കാം. അപ്പൊ hence water supply to this field is, അപ്പൊ ഇവിടെ 1 എന്ന് എഴുതിയത് നേരത്തെ കിട്ടിയ ആ ഒരു വോളിയം ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഇൻടു അല്ല സോറി, വോളിയം ഓഫ് വാട്ടർ അല്ല, ഡിസ്ചാർജ്, അതായത് 1 ക്യുമെക് ആണ് എഴുതിയിട്ടുള്ളത് ഇൻടു ബേസ് പീരീഡ്. ഓക്കെ, അപ്പൊ ബേസ് പീരീഡിനെ നമ്മൾ ഇൻടു 24 ഇൻടു 60 ഇൻടു 16 എഴുതാൻ കാരണം ഇവിടെ നമ്മൾ ഡിസ്ചാർജ് തന്നിരിക്കുന്നത് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു സെക്കൻഡ് ഒരേ യൂണിറ്റ്സ് അല്ലേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ആ ചെയ്യുമ്പോ ഫോർമുലയില്. അതുകൊണ്ട് ഈ ഒരു ബേസ് പീരീഡ് നമ്മൾ പറഞ്ഞത് ഡേയ്സിലാണ്. അപ്പൊ ഡേനെ സെക്കൻഡിലേക്ക് മാറ്റിയതാണിത്. ഡേയ്സ് എന്ന് പറയുമ്പോൾ 24 hours ഉണ്ട്. ആ 24 ഹവേഴ്സിന് 60 മിനിറ്റ്സ് ഉണ്ട്, 60 മിനിറ്റ്സിന് 60 സെക്കൻഡ്സ് ഉണ്ട്. അപ്പൊ ആ ഡേയ്സിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റിയതാണ് കേട്ടോ. എന്നാലേ 1 ക്യുമെക് ഇൻടു ഇത്ര ബേസ് പീരീഡ് ഇൻ സെക്കൻഡ്സ് നമുക്ക് വോളിയം ഓഫ് വാട്ടർ കിട്ടും. ഓക്കെ, അപ്പോ നമ്മൾ ആ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടിയ ആ ഒരു വോളിയം എങ്ങനെ ഏരിയ ആൻഡ് ഡെപ്ത് വെച്ച് നമ്മളൊരു വോളിയം കണ്ടുപിടിച്ചു. അതല്ലാതെ ഡിസ്ചാർജ് ഇൻടു ബേസ് പീരീഡ് വെച്ച് നമ്മളൊരു വോളിയം കണ്ടുപിടിച്ചു. അപ്പൊ ഈ രണ്ട് വോളിയം കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലംസിനൊക്കെ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഈ 24 60 ഡിവൈഡഡ് ബൈ 10⁴ ഒക്കെ ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, 8.64 B/D, ഇത്ര മീറ്റർ. അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് ഈ വാല്യൂ 8.64 എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യം ബി എന്ന് പറയുന്നത് ഡേയ്സിലാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ സമയത്ത് ബി ഇൻ ഡേയ്സ്, ഡി ഡ്യൂട്ടി ഇൻ ഹെക്ടേഴ്സ് പെർ ക്യുമെക്, ആ യൂണിറ്റിലായിരിക്കണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു 8.64 എന്നുള്ള വാല്യൂ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കിട്ടുന്ന ഡെൽറ്റ എന്ന് പറയുന്നത് വിൽ ബി ഇൻ മീറ്റേഴ്സ്, ഡെപ്ത് ഓഫ് വാട്ടർ വിൽ ബി ഇൻ മീറ്റേഴ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെറിവേഷനും അതുപോലെ ഈ ഒരു ഫോർമുലയൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഞാൻ കണ്ടിരിക്കണം കേട്ടോ. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവണേ. ഓക്കെ, ഇനി ഇതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം.